നദി ഒഴുകുന്നു, ഗംഗ. എല്ലാ പാപങ്ങളെയും തന്നെ ലയിപ്പിച്ചുകൊണ്ടൊഴുകുന്ന ഗംഗാ നദി. ആ നദീതടത്തിലൂടെ ഇതാ ഒരു മധ്യവയസ്കൻ ഏകാഗിയായ ഒരു മനുഷ്യൻ നടന്നു പോകുന്നു. ഒരു തോളിൽ പൊക്കണം തൂക്കി, മറുതോളിൽ തിവരാത്ത പഴശീലക്കുല കൊളുത്തി, പഴകിയ വസ്ത്രമാണെങ്കിലും കുഞ്ഞി വടിച്ചു മീനുസമാക്കി, നെറ്റിയിൽ കൈവച്ചിട്ടുറ്റു നോക്കുന്നയാ തെറ്റെന്ന് തീരെ വരുന്ന ഒരാള്. നിക്കണം. എന്താ പേര്? എന്റെ പേര് സത്യനാരായണ സിൻഹ. സദാനന്ദനല്ലേ? അല്ല. സദാനന്ദ ചൗധരി? അല്ല. ഹരനാരായണ പൗത്രൻ, നരനാരായണ പുത്രൻ, നവാബ് ഗഞ്ചിലെ കുബേരപുത്രൻ സദാനന്ദ ചൗധരിയല്ലേ? നിങ്ങൾ സദാനന്ദ ചൗധരിയല്ലേ? അല്ലേ? അല്ല. ഈ സ്ഥലം ചൗബേടിയ തന്നല്ലോ. സ്ഥലം ചൗബേടിയ തന്നെ. ഇവിടെ വലിയ ധനാട്യനുണ്ടല്ലോ, രസികപാൽ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ ഉണ്ട്. അതെവിടാ താമസം? കുറച്ചുകൂടെ വടക്കോട്ട് പോകണം. പിന്നെയും ഈ മധ്യവയസ്കൻ കാണുന്നവരോടൊക്കെ പേരും ദണ്ടപ്പേരും ചോദിച്ചോണ്ട് മുമ്പോട്ട് പോകുന്നു. ഹരനാരായണ പൗത്രൻ, നരനാരായണ പുത്രൻ, നവാബ് ഗഞ്ചിലെ കുബേരപുത്രൻ സദാനന്ദ ചൗധരിയല്ലേ? നിങ്ങൾ സദാനന്ദ ചൗധരിയല്ലേ? ഈ മനുഷ്യൻ ചോദിക്കുന്ന സദാനന്ദ ചൗധരി ഈ നാട്ടിലുണ്ട്. ചൗബേടിയ എന്ന ഈ ഗ്രാമത്തിലുണ്ട്. രസികപാൽ എന്ന ധനാട്ടിന്റെ വീട്ടിൽ താമസവുമാണ്. ഈ രസികപാൽ എന്ന ധനാട്ടിന് വേറൊരു പേരുണ്ട്, ഇരട്ടപ്പേര്. നാട്ടുമ്പുറമാകുമ്പോൾ ആളുകൾക്ക് ഇരട്ടപ്പേരിടുന്ന ഒരു പണിയുണ്ടല്ലോ. രസികപാലിന്റെ ഇരട്ടപ്പേര് ക്ലോക്ക് ടവർ. അങ്ങനെ വിളിക്കാൻ കാര്യം എന്നും രാവിലെ 9 മണിക്ക് അദ്ദേഹം കൃത്യമായിട്ടൊന്ന് തുമ്മും. വാച്ച് നോക്കിയാൽ കറക്റ്റ് 9. അതുകൊണ്ട് ആ നാട്ടുകാരിപ്പോ വാച്ച് കെട്ടാറില്ല. ഇദ്ദേഹത്തിന്റെ തുമ്മല് കെട്ടിട്ടാണ് സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകുന്നത്. ഒരു ദിവസം രസികപാൽ ഓഫീസിൽ വന്നു, തുമ്മി മുഖം തുടച്ചിരിക്കുമ്പോഴാണ് സദാനന്ദ ചൗധരി കയറി ചെല്ലുന്നത്. 15 വർഷം മുമ്പുള്ള സംഭവമാണ് ഈ പറയുന്നത്. ആരാണ്? എന്താ പേര്? സദാനന്ദ ചൗധരി. ബ്രാഹ്മണനാണോ? അതെ. ഇരിക്കണം. ബ്രാഹ്മണർക്ക് പണ്ടേ സീറ്റ് ഉണ്ടല്ലോ ഇവിടെ ചെന്നാലും. ഇരിക്കണം. എന്താ വിശേഷം? വിശേഷിച്ചൊന്നുമില്ല. ഞാൻ BA പാസ്സായ ആളാ. ഇപ്പൊ മധ്യവയസ്കനായി. ഇതുവരെ ജോലി പ്രവേശിച്ചിട്ടില്ല. ഇപ്പോൾ തോന്നുന്നു ജോലി പ്രവേശിച്ചാൽ എന്താണെന്ന്. അങ്ങേക്കൊരു സ്കൂളുണ്ടെന്ന് കേട്ടു. അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു. ജോലി നിന്ന് സഹായിച്ചാൽ തിരക്കേടില്ലായിരുന്നു. ഓ, സ്കൂളുണ്ട്. സ്കൂളൊന്നല്ല, 15 സ്കൂൾ അനുവദിച്ചിട്ടിരിക്കല്ലേ. കാര്യം എന്റെ അളിയൻ വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ. വേക്കൻസി ഉണ്ട്. പക്ഷെ നിയമനത്തിന് മുമ്പ് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അറിയാമല്ലോ? അറിയാം. എന്റെ പൈസയൊന്നുമില്ല. പകരം ഞാൻ അങ്ങോട്ട് ഓഫർ വയ്ക്കാം. എനിക്ക് ശമ്പളം വേണ്ട, ജോലി നോക്കാം. ശമ്പളത്തിന് പകരം കിമ്പളം കിട്ടിയാ മതി. അതെന്താണ് കിമ്പളം? ദിവസം 2 നേരം ഓരോ പിടി ചോറ്, ഇത്തിരി ഉരുളം കിഴങ്ങ് കറി, മത്സ്യം വേണ്ട, മാംസം വേണ്ട, പേടി വേണ്ട, ചായ വേണ്ട, കിടക്കാനൊരു പുൽപ്പ. ഇത്രയും ആയാൽ ഞാൻ ജോലി നോക്കാം. എടോ ഹരി, ഈ സദാനന്ദ ചൗധരിക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുക്ക്. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ക്ലോക്ക് ടവർ ആഫീസിൽ വന്നു. 9 മണിക്ക് സംഭവം നടന്നു. ഹരിയെ വിളിച്ച് ചോദിക്കുന്നു, ഇന്നലെ വന്ന സദാനന്ദ ചൗധരിക്ക് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തോ ഹരി? ഓ, ചെയ്തു കൊടുത്തു. അയാൾ വേണ്ട പോലൊക്കെ ഉറങ്ങിയോ? ഉറങ്ങി. പക്ഷെ ഉറക്കത്തിൽ പാടുന്ന കേട്ടു. പാട്ടോ? എന്ത് പാട്ട്? കണ്ണന്റെ പ്രേമം വിഷകലുഷിതമാണെന്ന് കാലയെ കൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ കുലവതിയും കാപട്യം കണി കണ്ടിട്ടില്ലാത്തോളുമായ ഞാൻ അത് ഭക്ഷിക്കാൻ മുതിരുമായിരുന്നോ എന്നർത്ഥം വരുന്ന ഒരു ഗാനശകലം. ഓഹോ, കേൾക്കട്ടെ കേൾക്കട്ടെ. ആകെ യതി പ്രാണ സഖി ജാനിതാ. ക്ലാർക്കന്മാർക്കെല്ലാം വലിയ രസമായ അവരെല്ലാം എഴുന്നേറ്റു. ആകെ യതി പ്രാണ സഖി ജാനിതാ, ശ്യാമേർ പേര് കേരളമെത്തിയത്. ആകെ യതി പ്രാണ സഖി ജാനിതാ, കാരോ മുഖേ യതി സുനിത, കുലവതി ബാലായി വാസരല, തബേകിയോ നിഷ്ഠവിധം, തബേകിയോ നിഷ്ഠവിധം. ആകെ യതി പ്രാണ സഖി ജാനിതാം ജാനിതാം ജാനിതാ. ഹരി, അയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമുള്ള ആളാണോ? ഓ, ആകെ ഒരു നല്ല ലക്ഷണമല്ല. ഉറക്കത്തിൽ പാട്ട് മാത്രമല്ല, ഒരു പെണ്ണിന്റെ പേരും കൂടെ കൂടെ വിളിച്ചു പറയുന്നു കേട്ടു. നയനതാര.
ഓഹോ, ആള് വല്ല ദുർനടത്തക്കാരനോ മറ്റോ ആണോ? അങ്ങനെ തോന്നുന്നില്ല. ശരി, എങ്കിൽ സ്കൂളിൽ പോട്ടെ. ഇങ്ങനെയാണ് നമ്മുടെ സദാനന്ദ ചൗധരി ക്ലോക്ക് ടവറിന്റെ സ്കൂളിലെ മാഷായത്. 15 വർഷവും കഴിഞ്ഞു. മധ്യവയസ്കനായിട്ടാണല്ലോ സ്കൂളിൽ കയറിയത്. 15 വർഷം കൂടി കഴിഞ്ഞപ്പോഴേക്ക് ജീവിതാന്ത്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒരു ദിവസം സദാനന്ദ ചൗധരിക്ക് തോന്നി ആത്മകഥ എഴുതിയാലെന്താ. അദ്ദേഹം എഴുതാനിരുന്നു. കടലാസം പേരാടി ഇരുന്നിരുന്നു. അല്പം ചിന്തിച്ചു, എഴുതി തുടങ്ങി. വീടില്ല, വീടില്ല, ബന്ധുക്കളില്ല, വീണപൂവാണൻ ജീവിതം. കാണാൻ കഴിഞ്ഞു നോക്കില്ലാരും, കണ്ടവരൊക്കെ മറന്നു, എന്നെ കണ്ടവരൊക്കെ മറന്നു. ആരോ വാതിലിൽ തട്ടുന്നല്ലോ. സദാനന്ദ ചൗധരി കടലാസം പേനയെല്ലാം മടക്കി വെച്ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ഇതാ നിൽക്കുന്നു നദീതടത്തിലൂടെ വന്ന മനുഷ്യൻ. അയാൾ ചോദിക്കുന്നു, എന്താ പേര്? സദാനന്ദ ചൗധരി. സദാനന്ദ ചൗധരി. തന്റെ നാട്ടിന്റെ പേര് നവാബ്ഗഞ്ച്. അച്ഛന്റെ പേര് നരനാരായണ ചൗധരി. മുത്തച്ഛന്റെ പേര് ഹരനാരായണ ചൗധരി. തന്റെ പേര് സദാനന്ദ ചൗധരി. അമ്പേ ചണ്ഡി മഹാമായേ, 15 വർഷമായി തന്നെ തേടി നടക്കുന്നു. 15 വർഷമായി ഇത് കാലിലെ തൊലിയൊക്കെ തേഞ്ഞു. ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കുകയല്ലേ, കണ്ടുപിടിക്കില്ലെന്ന് കരുതി. ഹേ മനുഷ്യ, എന്നെ മനസ്സിലായോ? ഞാൻ കോടതിയാമ്യനാണ്. കോടതിയാമ്യൻ. തൻ പ്രതിയാണ്, പ്രതി. തൻ കൊലക്കേസിലെ പ്രതിയാണ്, പ്രതി, പ്രതി, പ്രതി. പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ ബിമൽ മിത്രയുടേതാണ് ഈ കൃതി. പ്രതി ഹാജരുണ്ടെന്നാണ് അദ്ദേഹം ഇത് നൽകിയിരിക്കുന്ന പേര്. ഞാനത് പ്രതി എന്ന പേരിൽ കഥാപ്രസംഗ രൂപത്തിൽ ആവിഷ്കരിക്കുകയാണ്. പ്രതിയെ കാണുന്നില്ലല്ലോ. ഒരു ഗ്ലാസ് വെള്ളം എടുത്തോട്ട് വരാൻ പറഞ്ഞു വിട്ടതാണ്, കാണുന്നില്ലല്ലോ. ഇത്രയും താമസമുണ്ടോ വെള്ളം എടുക്കാൻ? ആള് രക്ഷപ്പെട്ടോ? 15 വർഷമായിട്ട് കണ്ടുപിടിച്ചാ പോയോ? ഏയ്, അത് നിൽക്കുന്നേരാ പ്രതിയാണോ? വെള്ളം വേണ്ട, ഇങ്ങോട്ട് വന്നാട്ടെ, ഇങ്ങോട്ട് വന്നാട്ടെ. സദാനന്ദ ചൗധരി അങ്ങനെ ഓടുന്ന സൈസല്ല. അദ്ദേഹം വെള്ളവുമായിട്ട് വന്നു. ദാ കുടിച്ചാട്ടെ. നിങ്ങൾ എന്താ പറഞ്ഞ? ഞാൻ പ്രതിയാണെന്നു. ഞാൻ കൊലക്കേസിലെ പ്രതിയാണെന്നു. എന്തു കൊലക്കേസാ? വല്ല വാഴക്കൊലക്കേസോ മറ്റോ? ഏ മനുഷ്യ, താൻ തന്റെ അച്ഛനെ കുത്തിക്കൊന്നല്ലേ? അച്ഛനെ കുത്തിക്കൊന്നു? അതെ. പിതൃഹത്യ ചെയ്തു, കവർന്നിട്ടു ലക്ഷം, ഒരു പെണ്ണിനെ അറിയോ? പെണ്ണോ? കൊച്ചു കള്ളൻ അറിയില്ല. നയനതാര അറിഞ്ഞുമോ ചൗധരി? നീ നയനതാരെ, അവളെ നീയല്ലേ നശിപ്പിച്ചതോന്നു. തെളിവുണ്ട് കോർട്ടിൽ കരുമനയ്ക്കെല്ലാം, പ്രതിയാണു നിങ്ങൾ സദാനന്ദ ചൗധരി. ഇങ്ങോട്ടിറങ്ങ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, 5 രൂപ ഞാൻ അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യാം, പ്രതിയെ കണ്ടില്ലെന്ന്. അപ്പൊ നിങ്ങൾക്ക് മോചനം, എനിക്ക് മോചനം. നിങ്ങൾക്ക് മോചനം, എനിക്ക് ഈ ആഴ്ചയിലെ റേഷൻ മേടിക്കുകയും ചെയ്യാം. 5 രൂപ എടുക്ക്. 5 അല്ല 10 രൂപ തരാം. പക്ഷേ 2 ദിവസം കൂടെ നിങ്ങളൊന്ന് മെനക്കെടണം. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ അച്ഛനെ കുത്തിക്കൊന്നു. എനിക്ക് എന്റെ നാട്ടുകാരോടൊന്ന് ചോദിക്കണം. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരൂ, നവാബ്ഗഞ്ച് വരെ വരൂ. 10 രൂപ തന്നേക്കാം. അമ്പേ ചണ്ഡി മഹാമായേ, വല്ലാത്ത കേടാകൂടത്തിലാണല്ലോ വീണത്. 10 രൂപ തരുവോ? 10 അല്ല 15 തരാം. ശരി, പുറപ്പെടാം. സദാനന്ദ ചൗധരി കൂടും കുടുക്കെല്ലാമാര് സഞ്ചിയിലിട്ടു. രണ്ടുപേരും നദീതീരത്തെത്തി വഞ്ചി കയറി. വഞ്ചി നീങ്ങിയപ്പോ സദാനന്ദ ചൗധരി ചോദിച്ചു, ഈ കോടതിയാമ്യൻ എന്താ പേര്? എന്റെ പേര് ഹജാരി എന്ന് പറഞ്ഞാൽ 1000-1 എന്നർത്ഥം. ആളിങ്ങനെ ഇരുന്നാ മതി, 1000-1. ഹജാരി, നിങ്ങൾ പറയുന്നു ഞാൻ എന്റെ അച്ഛനെ കുത്തിക്കൊന്നു. ഞാൻ എറുമ്പിനെ പോലും കൊന്നിട്ടുള്ളവനല്ല. പക്ഷെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ തുറന്നു പറഞ്ഞേക്കാം. ഒരു അക്ഷരം മറച്ചു വെക്കില്ല. അത് ഒരിക്കലും മറക്കാനാവാത്ത ദിവസമാണ് സംഭവിച്ചത്. എന്റെ കുടിവെപ്പിന്റെ അന്ന് ഞാൻ കല്യാണം കഴിച്ച് പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്നു. രാത്രി നേരം പുലർന്നു വരുമ്പോ എന്റെ ഷർട്ടിൽ രക്തം, മനുഷ്യരക്തം. ഞാൻ എന്നോട് ചോദിക്കുന്നു, എന്റെ മനസാക്ഷി എന്നോട് ചോദിക്കുന്നു, ഇത് ആരുടെ രക്തം? ഞാൻ മാത്രമല്ല, മനസാക്ഷി മാത്രമല്ല ചോദ്യം ചോദിക്കുന്നത്. ആകാശവും ഭൂമിയും അന്തരീക്ഷവും ആവർത്തിക്കും നീ ചോദ്യം, ആരുടെ രക്തം? ആരുടെ രക്തം? ഭൂതവും വർത്തമാനവും ആവർത്തിക്കും നീ ചോദ്യം, ആരുടെ രക്തം? ആകാശവും ഭൂമിയും അന്തരീക്ഷവും ആവർത്തിക്കും നീ ചോദ്യം, ആരുടെ രക്തം? ആരുടെ രക്തം?
വഞ്ചിക്കാരന് ചോദിക്കുന്നു വഞ്ചി മറുകര എത്തി രണ്ടുപേരും കരക്കിറങ്ങി. ഹജാരി, നിങ്ങൾക്കറിയാവോ, ഞാൻ നല്ല സൗകര്യമുള്ള വീട്ടിലെ പയ്യനാണ്. ഞങ്ങള് പിള്ളേര് മുറ്റത്ത് കളിച്ചോണ്ട് നിൽക്കുമ്പോ എന്നും മിക്കവാറും ദിവസം രാവിലെ ഒരു കാഴ്ച കാണാറുണ്ട്, നല്ല കാഴ്ച. ആ പാടത്തിന് കിഴക്കെ കഴിക്കുന്നു വരുന്ന കാണാം ഒരു പല്ലക്ക്. ഓഹോയ് 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 ഓഹോയ്. പരന്ന പാടത്തിൻ നടുറോടെ പല്ലക്കൊന്നു വരുന്നു, പഴയൊരു പല്ലക്കൊന്നു വരുന്നു. ഉയർത്തതോളിൽ താങ്ങിയ പല്ലക്കിറക്കി വെക്കുന്ന മാലന്മാർ പല്ലക്കിൻ കിളിവാതിലുറങ്ങും. ഇല്ലത്തമ്മ ഇറങ്ങും, മുറ്റത്തില്ലത്തമ്മ ഇറങ്ങും. ഓഹോയ് 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 ഓഹോയ്. മുത്തച്ഛന്റെ മുഖം കറുക്കത്ത കണ്ടോ? ഓഹോയ് ഓഹോയ്. മുഞ്ഞു കറുപ്പിക്കും മുത്തച്ഛൻ ചെല്ലും നമ്മ മുറിക്കുള്ളിൽ. പിന്നെ വഴക്കാണവർ തമ്മിൽ ഖിന്നതയാർന്നു മടങ്ങും, പല്ലക്കില്ലത്തേക്ക് മടങ്ങും. ഓഹോയ് 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 ഓഹോയ്. ആ പല്ലക്ക് വന്ന് പോയതാരാന്നറിയോ? ഞങ്ങളുടെ കാളികഞ്ചിലെ കൊച്ചമ്മ. എന്തിനാ കൊച്ചമ്മ വന്നത്? മുത്തച്ഛനോട്ട് വഴക്കിട്ടത്. കണ്ണു തെറിച്ചോണ്ട് പല്ലക്ക് കയറി പോയത്. ഞങ്ങൾക്ക് പിള്ളേർക്ക് ഇത് വല്ലതും അറിയോ ഹജാരി? ഒരു ദിവസം കാളികഞ്ചിലെ കൊച്ചമ്മ വന്ന് മുത്തച്ഛനോട്ട് വഴക്കിട്ട് പോയി കഴിഞ്ഞപ്പോ മുത്തച്ഛന്റെ മാളികയിൽ നിലവിളി കേൾക്കുന്നു. അവിടെ എന്ത് നടന്നാലും ആരും തിരിഞ്ഞു നോക്കാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ വീട്ടിലെ ചിട്ട. എല്ലാവർക്കും മുത്തച്ഛന് പേടിയല്ലോ, എനിക്കും പേടിയാ. പക്ഷെ ഞാൻ പതുക്കെ ഗോവണി വഴി പിടിച്ചു കയറി ചെന്ന് താക്കോൽ ദ്വാരത്തിലൂടെ അകത്തോട്ട് നോക്കിയപ്പോ അകത്ത് അടി നടക്കുക. ഹജാരി, ഞങ്ങളുടെ മുത്തച്ഛനൊരു ഗൂണ്ടയുണ്ട്, അവന്റെ പേര് വംശി. കണ്ണാൻ പേടിയാവും, ചുവന്ന കണ്ണും കൊമ്പം മീശയും തടിമാടനല്ലേ. മുത്തച്ഛന്റെ പാട്ടക്കാരൻ പാവപ്പെട്ട കപിലനെ ഈ വംശി പിടിച്ച് കാൽമുട്ടുകൾക്കിടെ വെച്ചിരിക്കുന്നു. കൈമുട്ടുകൊണ്ട് പ്രയോഗം. മുത്തച്ഛൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇടി കുത്ത്, ഇടി കുത്ത്. അയ്യോ മുത്തച്ഛ, മുത്തച്ഛ, കപിലനൊന്നും ചെയ്യല്ലേ. പാവം കപിലനെ ഒന്നും ചെയ്യില്ല. കപിലൻ എനിക്ക് ബലൂൺ മേടിച്ചെന്നാളാ, ഒന്നും ചെയ്യല്ലേ. ആരോ വന്നെ വാ പൊത്തി പിടിച്ചു എടുത്തോണ്ട് പോവുകയും ചെയ്തു. പിറ്റേന്ന് ചന്തമൈതാനത്ത് ആള് കൂടിക്കിടക്കും. എന്താന്നറിയാൻ ഞാനും ചെന്നു. ചത്തുമരവിച്ച കപിലന്റെ ഭേദം ചന്തമൈതാനത്തൊരാലിന്റെ കൊമ്പിൽ തൂങ്ങിക്കറങ്ങിയാടുന്നിതാ ചുറ്റും തേങ്ങിക്കരയുന്നു കപിലന്റെ മക്കൾ. ചുറ്റും നിൽക്കുന്നവര് പറയുന്നു, ഹരനാരായണ ചൗധരിയോട് മത്സരിച്ചാ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഹരനാരായണൻ എന്ന് പറഞ്ഞാൽ ആരാ? ഹരിക്കുന്നവനാ. ഹരിക്കാന്ന് വെച്ചാൽ ഗുണിക്കുകയല്ല, ഹരിക്കുക. ഓരോരുത്തരും ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ ഒരുത്തൻ പറഞ്ഞില്ലേ, റേഷൻ കാർഡിൽ 3 യൂണിറ്റ് കുറഞ്ഞു കിട്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ട് കുറച്ചോണ്ടിരിക്കും. അതായത് ഈ സംഭവം മനസ്സിലായില്ലേ? മുത്തച്ഛന്റെ പാട്ടക്കാരനാണല്ലോ കപിലൻ. കപിലൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് ചന്തയിൽ വന്ന് സാധനങ്ങൾ മേടിച്ച് തുണിക്ക് അത് കിഴികെട്ടി തോളയിലിട്ട് വീട്ടിൽ ചെന്നപ്പോ വാതിലടച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച. ഈ കപിലന്റെ വീട്ടിൽ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച വരുത്തുപോക്കുണ്ട്, ഒരു ഗന്ധർവന്റെ വരുത്തുപോക്ക്. വാതിലടച്ചിരിക്കുന്നപ്പോ ഗന്ധർവനകത്തുണ്ട്. വാതിലിൽ തട്ടിയപ്പോ ഇതാ ഗന്ധർവൻ തലവഴി മുണ്ടുവിട്ടിറങ്ങി പോകുന്നു. ആരാ? ഞങ്ങളുടെ മുത്തച്ഛൻ. കപിലന് മിണ്ടാനൊക്കെ തമ്പുരാനല്ലേ. കപിലൻ അകത്തോട്ട് കയറി ദേഷ്യം തീർന്ന കപിലന്റെ ഭാര്യയുടെ മുഖത്ത്. ഇത് മുത്തച്ഛൻ അറിഞ്ഞു. മുത്തച്ഛന്റെ പ്രതികാരമാണ്. പോലീസ് വന്നു, പ്രേതം അഴിച്ചിറക്കി, പോസ്റ്റ്മോർട്ടം ചെയ്തു. എന്നിട്ട് മുത്തച്ഛന്റെ മാളിക കയറിയിരുന്നു, കാപ്പി കുടിച്ചു, അവരിറങ്ങി പോവുകയും ചെയ്തു. ഒരുത്തനെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിട്ട് ഒരു കേസുമില്ല. മുത്തച്ഛൻ വലിയ കാശുകാരനല്ലേ. കാശുകാരന്റെ പാദം നക്കാനും മുമ്പിൽ കിടന്ന് വാലാട്ടാനും ഇവർക്ക് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വല്ല മടിയുണ്ടോ? എന്നിട്ട് ഈ കപിലനെ കേട്ടോ ഹജാരി, കേൾക്കുന്നുണ്ടോ? ഈ കപിലനെ പിന്നെ ഞാൻ കണ്ടു, നേരിട്ട് കണ്ടു. അത് വെള്ളിയാഴ്ച ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പോഴാ. ആ പാടം കണ്ടപ്പോ കഴിഞ്ഞ് പറമ്പിലോട്ട് കയറിയപ്പോ ചുഴലിക്കാറ്റ് കരിയില ഇങ്ങനെ കറങ്ങി കറങ്ങി പറക്കും. ഞാൻ ഓടി, ഒരുത്തം വന്നിട്ട് ദേഹത്ത് മുട്ടിയത് പോലെ തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോ ആകാശപ്പെട്ടു നിൽക്കുന്ന കപിലൻ. പിന്നെ എനിക്ക് ഓർമ്മയില്ല. കണ്ണു തുറന്നപ്പോ വീട്ടിൽ കിടക്കുക, ചുറ്റും കുറെ ആളിരിക്കുന്നു. മന്ത്രവാദവും തന്ത്രവാദവും കൊതിക്കോതിലും ഒക്കെ നടക്കുന്നു. ഹജാരി, അന്ന് മുതൽ ഞാനൊരു വിഡ്ഢിയാനായി. ഞാനൊരു മനോരാജ്യക്കാരനായി. കപിലന്റെ കാര്യം ഓർക്കുമ്പോ എന്നെ കണ്ണു നിറയും. എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ എനിക്കൊന്നും വേണ്ട. വായിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് വായിക്കാൻ വയ്യ. ഞാൻ കപിലന് സ്വപ്നം കാണും. നല്ലവനല്ലേ കപിലൻ. കപിലൻ എന്നെ തോളയിലെടുത്തോണ്ട് ഉത്സവത്തിന് പോകുന്നു. ഉത്സവപ്പറമ്പിൽ ചെന്ന് എനിക്ക് ഇതെല്ലാം മേടിച്ചു. കരിമ്പ് മേടിച്ചു തരും, ബലൂൺ മേടിച്ചു തരും, ഈത്തപ്പഴം മേടിച്ചു തരും. ഈ കപിലന്റെ മക്കൾക്ക് ഇനി ആരുണ്ട്? എന്നാലും മുത്തച്ഛൻ ചെയ്ത് കളഞ്ഞല്ലോ. അത് ഓർക്കുമ്പോ ഞാനിരുന്ന് കരയും.
ഉടനെ അമ്മ ചോദിക്കും, എടാ സദാനന്ദ, നിനക്ക് എന്ത് പറ്റിയടാ? എടാ ഈ കപില നിന്റെ ആര്? നിന്റെ മച്ചമ്പിയോ? ഉടനെ പ്രകാശമാമൻ പറയുന്നു, ഏട്ടത്തി, ഇവനെ ഞാൻ ശരിപ്പെടുത്തി തരാം. ഈ പ്രകാശമാമൻ എന്ന് പറഞ്ഞാൽ ആചാരി എന്റെ സ്വന്തം മാമനല്ല, അമ്മയുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു സഹോദരൻ. പുള്ളിക്കാരന് ജോലിയൊന്നുമില്ല, ഇവിടെ വന്ന് അമ്മയെ പറഞ്ഞു പറ്റിച്ച് ഇവിടുത്തെ സ്വന്തക്കാരെന്ന് പറഞ്ഞ് അടുത്തുകൂടി അമ്മയുടെ ഇത് കാശൊക്കെ അടിച്ചോണ്ട് പോകുന്ന പണി. ഏട്ടത്തി, ഇവനെ ആളുകളെ കണ്ടിട്ടില്ല, ജീവിതം കണ്ടിട്ടില്ല. ഞാൻ ഇവനെ കൽക്കത്തയിൽ കൊണ്ടുപോയി ഇവൻ അറിയാൻ വയ്യാത്ത എല്ലാം പഠിപ്പിച്ച് ഇനി കൊണ്ടുവരാം. ഒരു 500 രൂപ ഇഞ്ഞെടുത്ത് അമ്മയുടെ ഇത് കാശും മേടിച്ച് എന്നെയും വിളിച്ചോണ്ട് പോയി പ്രകാശമാമൻ ആദ്യം ചെയ്ത് 300 രൂപ ഭാര്യയുടെ പേർക്ക് അങ്ങ് മണിയാർഡർ അയച്ചു. എന്നിട്ട് 25 രൂപയ്ക്ക് ലഡു മേടിച്ച് ഒരെണ്ണം എനിക്ക് തന്നു, ബാക്കി പ്രകാശമാമൻ അങ്ങ് തിന്നു. എന്നിട്ട് എന്നെ കള്ള് ഷാപ്പിൽ കയറ്റി എനിക്ക് പ്രകാശമാമൻ തന്നെ കുടിച്ചു, എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കി. എന്നിട്ട് എന്നെ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഹരികഥ കേൾക്കാൻ കൊണ്ടുപോയി, കഥാപ്രസംഗം കേൾക്കാൻ കൊണ്ടുപോയി, ഉത്സവം കാണാൻ കൊണ്ടുപോയി. അവസാനം തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയെടുത്ത് പറയാണ്, ഏട്ടത്തി, ഇനി അവനെ നന്നാക്കാൻ ഇവനെ കോളേജ് ചേർക്കണം. ഇവൻ അറിയാത്തതെല്ലാം അറിയാൻ മേത്തൊക്കെ ഇനി കോളേജ് ചെന്നു ബാക്കിയെല്ലാം അവിടുന്ന് പഠിച്ചോണ്ട് വരട്ടെ. ഹജാരി, അറിഞ്ഞോ അറിയാതെയോ അവരൊരു നല്ല കാര്യം ചെയ്തു, അവരെന്നെ കോളേജ് ചേർത്തു. ഷേക്സ്പിയർ, മിൽട്ടൺ, ഷെല്ലി, കീറ്റ്സ്, എമേഴ്സൺ, മാർക്ക് ട്വെയിൻ, ബർട്രാൻഡ് റസൽ, എഡ്മണ്ട് ബർക്ക്, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, ബിമൽ മിത്ര, അവരുടെയൊക്കെ കൃതികൾ ആസ്വദിക്കാൻ കിട്ടിയ ആ അവസരം. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലാണ് BA പാസ്സായത്. പരിഷ്കാരിയായി ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോ എന്നെ പഠിപ്പിക്കാൻ അയച്ചതെല്ലാം പഴനാടുകളായിട്ട് വീട്ടിലുണ്ട്. മുറ്റത്തിരിക്കുന്നു പല്ലക്ക്. അപ്പൊ കാളികഞ്ചിലമ്മ അകത്തുണ്ട്, മുത്തച്ഛനോട്ട് വഴക്ക് നടക്കും. ആ പല്ലക്ക് ചുമട്ടുകാരെല്ലാം ജരാനര ബാധിച്ചു. അപ്പൊ കാലം എത്ര ആയിരിക്കുന്നു? എന്താ കാര്യം എന്നറിയണ്ടേ? ഈ കൊച്ചമ്മ ഒന്ന് വഴക്കിടുന്നു, ഇനിയെങ്കിലും അറിയണമല്ലോ. ഞാൻ കയറി അങ്ങ് ചെന്നു. മുത്തച്ഛൻ കണ്ണും ചോപ്പച്ചിരിക്കുന്നു. കാളികഞ്ചിലമ്മ സാരി തുമ്പുകൊണ്ട് കണ്ണു തുടയ്ക്കുന്നു, വിങ്ങി പൊട്ടിക്കരയുന്നു. മുത്തച്ഛ, മുത്തച്ഛ, എന്തിനാ ഈ അമ്മയെ സങ്കടപ്പെടുത്തുന്നത്? ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? വല്ലതും കൊടുക്കാനുണ്ട്, കൊടുത്തേക്കണം. ഇല്ലെങ്കിൽ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം. എന്തിനാ ഇത് നടത്തുന്നത്? നാട്ടുകാരെന്ത് പറയും? ഇവിടെ കാശില്ലാഞ്ഞൊന്നുമല്ല, ആ വലിയ പെട്ടി നിറയെ നോട്ട് കെട്ട് അടുക്കി വെച്ചിരിക്കുക. എന്തെങ്കിലും കൊടുക്കാനുണ്ട്, കൊടുത്തേക്കണം. സദാനന്ദ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ധിക്കാരമായിട്ടാണ് പുറപ്പാട്. മുത്തച്ഛനെ ഉപദേശിക്കാറായോ? കടക്കോ പുറത്ത്. ഞാൻ ഇറങ്ങിപ്പോന്നു. ഇറങ്ങി നടന്ന് നദീ തീരത്തെത്തി. നദി ഒഴുകുന്നു, അനുസ്യൂതമായ പ്രവാഹം. ഞാനതിന്റെ തീരത്തോട് നടന്ന് ഒരു മുക്കുവക്കുടില്ല മുറ്റത്തെത്തി. ഇതാ ഒരു മുക്കുവ മുത്തശ്ശി പേരക്കിടാവിന് ചോറ് വാരി കൊടുക്കും. ഞാൻ ശ്രദ്ധിച്ചു പോയി, കാരണം എന്റെ മുത്തച്ഛൻ പണക്കാരൻ മുത്തച്ഛൻ എന്നെ ആട്ടി ഇറക്കിയതാ. ഇതാ മുക്കുവ മുത്തശ്ശി, പാവപ്പെട്ട മുത്തശ്ശി പേരക്കിടാവിന് ചോറ് വാരി കൊടുക്കും. ക്ഷമയോടെ സ്നേഹത്തോടെ കൊണ്ടു നടന്ന് വാരി കൊടുക്കും. ഞാൻ ശ്രദ്ധിച്ചപ്പോഴോ ആ തള്ള വിളിക്കുന്നു, മോനെ, ചൗധരി ഭവനത്തിലെ കുഞ്ഞല്ലേ, പഠിക്കാൻ പോയെന്ന് കേട്ടല്ലോ കൽക്കത്തയില്. പഠിച്ചോ? പാസ്സായോ? വാ ഇരിക്കാം. എടി വേണേ ആ സൂളിഞ്ഞെടുത്തുണ്ടോ? ആ സൂള് കണ്ടോ ആടി? ഞാൻ സൂക്ഷിച്ചു വേണേ സൂളയിൽ ഇരിക്കാൻ. ഈ സൂളിന് മുമ്പ് 4 കാലുണ്ടായിരുന്നു കേട്ടോ, ഇപ്പൊ 3 കാലേ ഉള്ളു. ഇരിക്ക്. ഞാൻ സൂളയിൽ ഇരുന്നപ്പോ പല്ലക്ക് പോന്നു. തള്ളേ, നിങ്ങൾക്കറിയാവോ ആ പല്ലക്ക് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോകുന്നത് എന്തിനാണെന്ന്? കുഞ്ഞെ, എല്ലാവർക്കും അറിയാം, ആരും പറയുന്നില്ലെന്നേ ഉള്ളൂ. ആ പല്ലക്ക് പോയ ആളിനെ കുഞ്ഞിനറിയാമല്ലോ, കാളികഞ്ചിലെ അമ്മ. ആ അമ്മയുടെ ഭർത്താവ് ഹർഷനാഥ ചക്രവർത്തി എന്ന് വലിയ ധനികനുണ്ടായിരുന്നു, ജന്മിത്തമ്പുരാൻ. അദ്ദേഹത്തിന്റെ കണക്കപ്പിള്ളയായിരുന്നു കുഞ്ഞിന്റെ മുത്തച്ഛൻ. ഇന്ന് വലിയ ലക്ഷാധിപനല്ലേ മുത്തച്ഛൻ. ലക്ഷാധിപനായ മുത്തച്ഛൻ എന്നൊരു നിസാര ശമ്പളക്കാരൻ. എത്ര രൂപയാ ശമ്പളം? എണ്ണിച്ചുട്ടപ്പം പോലെ 15 വെള്ളി രൂപ ശമ്പളക്കാരൻ. പക്ഷെ ഒരു കാര്യം, എന്നീ തമ്പ്രാനും തമ്പ്രാട്ടിക്കും കണക്ക് പിള്ളയെ വിശ്വാസം. അതുകൊണ്ടല്ലേ എന്നും വെളുപ്പിന് ഗംഗയിൽ മുങ്ങുവാൻ ജന്മിക്കും മുത്തച്ഛൻ കൂട്ടുപോകും. ഹർഷനാഥയെക്കുറിച്ച് വലിയ ഭക്തനല്ലേ. കുളി കഴിഞ്ഞൊരു ജപമുണ്ട്. മലയ്ക്കൊപ്പം വെള്ളത്തിൽ ഒഴുക്കിലിറങ്ങുന്നൊരു പ്രാർത്ഥനയുണ്ട്. കുഞ്ഞിന്റെ മുത്തച്ഛൻ കരയ്ക്ക് കാവല് നിൽക്കും. ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് മുത്തച്ഛൻ പുറകെ കൂടെ ഇറങ്ങിച്ചെന്ന് ഹർഷനാഥയൊക്കെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വെള്ളത്തിൽ എങ്ങ് താഴ്ത്തി അവിടെ കിടന്ന് വെള്ളത്തിടിച്ച് കാല് കൊടുത്തിരുത്തി അവിടെ കിടന്ന് കൈ കാലോട് അടിച്ച് വല്ല രക്ഷയുണ്ടോ? കുഞ്ഞിന്റെ മുത്തച്ഛൻ ഭയങ്കര കരുത്തനല്ലേ. അവിടെ കിടന്ന് പിടികൂടി കൊത്തി മറിഞ്ഞ അവസാനം ആവിയില്ല, രക്കവുമില്ല. 1-2 നീർക്കുമുള മാത്രം മുകളിൽ വന്ന് പൊട്ടി. എന്നിട്ടൊന്നും സംഭവിക്കാത്ത മാതിരി കുഞ്ഞിന്
എന്റെ മുത്തച്ഛൻ നേർക്കുഴിയിട്ട് അക്കരെ പോയി ആ കടവിൽ ചെന്ന് കുളിച്ചു കയറി പോവുകയും ചെയ്തു. അവിടെ ചെന്ന് കാളികജൽ അമ്മയോട് പറഞ്ഞത്, ഗംഗാദേവി അങ്ങ് വിളിച്ച് ഗംഗാദേവി കൊണ്ടുപോയി. കരയണ്ട, നല്ല മരണം, പുണ്യമരണം. മരണം നല്ല മരണവും ചീത്ത മരണവും ഉണ്ടല്ലോ. അവർ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പിറ്റേന്ന് നോക്കിയപ്പോ അവൻ പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി നിൽക്കുന്നു. ദുർമരണമാണ്. ഉടനെ ജനങ്ങൾ ക്ഷുഭിതരായി. കൈ കിട്ടിയ കട്ടയും കല്ലുമായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. അപ്പൊ ആകാശത്തിലെ പറവകൾ പോലെ രണ്ടുപേർ മരിച്ചു വീണു. വീണ്ടും ദുർമരണം. ഇവിടെ സന്മരണമല്ലേ, ഗംഗാ നദിയിലല്ലേ പൊങ്ങി മരിച്ചിരിക്കുന്നത്. അപ്പൊ പുണ്യമരണം. അതുകൊണ്ട് കാളിഗഞ്ചിലെ കൊച്ചമ്മ അധികം കരഞ്ഞില്ല. കാളിഗഞ്ചിലെ കൊച്ചമ്മയ്ക്കൊരു കാര്യസ്ഥനായി മുത്തച്ഛൻ. ഒരുപാട് കേസും വ്യവഹാരമുള്ള വീടല്ലേ കാളിഗഞ്ചിലെ കൊച്ചമ്മയുടെ വീട്. ആ കേസല്ല നടന്ന മുത്തച്ഛനാ. ദിവസവും കോടതി പോകുമ്പോഴെല്ലാം കാളിഗഞ്ചിലെ കൊച്ചമ്മയെ കൊണ്ട് വെള്ളക്കടലാസിൽ ഒപ്പിടിച്ചുകൊണ്ട് പോകും. കുറച്ചാൾ കഴിഞ്ഞപ്പോ കുഞ്ഞെ 15 രൂപ ശമ്പളക്കാരൻ ഇതങ്ങ് മാറ്റില്ലേ. മാളിക വച്ചു മതിൽ കെട്ടിച്ചു മാളോരെല്ലാം ആദരിച്ചു. അവസാനം ആ കാളിഗഞ്ചിലെ കൊച്ചമ്മ ശുദ്ധഗതിക്കാരി അറിയുന്ന അവര് താമസിക്കുന്ന വീടും പറമ്പും മാത്രമേ ഉള്ളവർക്ക്, ബാക്കിയെല്ലാം കുഞ്ഞിന്റെ മുത്തച്ഛന്റെ വക. വിശ്വാസവഞ്ചന. കേസ് കൊടുത്തു വിശ്വാസവഞ്ചനയ്ക്ക്. കേസ് കുറെ നടന്നു കുഞ്ഞ്. അവസാനം വക്കീല് പറഞ്ഞു കൊടുത്തു, കാളിഗഞ്ചിലെ അമ്മേ കേസ് ബലക്കത്തില്ല, നമ്മൾ തോറ്റുപോകും, കേസ് പിൻവലിച്ചുകളാ. ഞാൻ 5-6 കാശ് മേടിച്ചു തരാം നഷ്ടപരിഹാരത്തിന് 10,000 രൂപ. 10,000 രൂപയ്ക്ക് വേണ്ടി കേസ് പിൻവലിച്ചു. കുഞ്ഞെ ആ 10,000 രൂപയ്ക്ക് വേണ്ടി കഴിഞ്ഞ 25 സംവത്സരമായിട്ട് കാളിഗഞ്ചിലെ കൊച്ചമ്മ പല്ലക്ക് കയറി വരുന്നു പോകുന്നു. 1 രൂപ കുഞ്ഞിന്റെ മുത്തച്ഛൻ കൊടുത്തിട്ടില്ല. ഹജാരി, ഞാൻ ആ മുക്കുക്കുടിലെ സൂളിൽ നിന്ന് എഴുന്നേറ്റു. വീട്ടിലേക്ക് പോകുന്നത് അസ്ത്രം തൊടുത്തുവിട്ട വേഗത്തിലാണ്. എന്റെ തീരുമാനം, ഒരാഴ്ചക്ക് മുത്തച്ഛനെ കൊണ്ട് ഞാൻ ഈ 10,000 രൂപ കാളിഗഞ്ചിലെ അമ്മയ്ക്ക് കൊടുപ്പിക്കും. വീട്ടിൽ ചെന്നപ്പോ അവിടെ ചർച്ച നടക്കുന്നു എന്നെ കുറിച്ച്. ഞാൻ ചെന്നവരറിയുന്നില്ല. അടുത്ത മുറിയിൽ പ്രകാശമാവൻ പറഞ്ഞു കൊടുക്കുന്നു, ഏട്ടത്തി ഇങ്ങനെ പോയാൽ അവൻ സന്യസിക്കും, വലിയ താമസമില്ല. ഈ പ്രായത്തിൽ മനസ്സ് മറിഞ്ഞതാ. അവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കണം. ഏട്ടത്തിക്കറിയാവോ, സിദ്ധാർത്ഥ രാജകുമാരനെയും സൂക്കേണ്ടതായിരുന്നല്ലോ. അവിടെ എന്താ ചെയ്തത്? ആ യശോധര വിചാരിച്ചപ്പോ സിദ്ധാർത്ഥനെ വീഴ്ത്താൻ കഴിഞ്ഞു. അവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കണം. ഏട്ടത്തി ഒരു കാര്യം ചെയ്യും, ഒരു 2,000 രൂപ ഇഞ്ഞെടുത്ത് ഞാനൊന്ന് കറങ്ങിട്ട് വരാം. ഹജാരി അമ്മയെ പറഞ്ഞു പറ്റിച്ച് 2,000 രൂപയും മേടിച്ച് പ്രകാശമാമനൊരു കറക്കം. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചൊരു വരവ്. ഏട്ടത്തി കണ്ടു, തീരുമാനിച്ചു. അനുയോജ്യായ ഒരു പെൺകുട്ടി. പക്ഷേ എന്നെ കുറ്റം പറയരുത്, സ്ത്രീധനം കിട്ടത്തില്ല. ഞാൻ ചോദിച്ചില്ല, കുറച്ചിലല്ലേ നമ്മൾ ചൗധരി വംശക്കാരി എന്ന് കാശി ചോദിച്ചെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ. പക്ഷേ എത്ര സ്ത്രീധനം കിട്ടിയാലും അതിലൊക്കെ വിലപ്പെട്ട പെൺകുട്ടിയെ. പെണ്ണിന്റെ അച്ഛൻ കോളേജിൽ സംസ്കൃതം പഠിപ്പിക്കുന്ന പ്രൊഫസർ ഭട്ടാചാര്യ. ഭഗവത്ഗീത 18 അധ്യായവും ഹൃദയസ്ഥമായ മനുഷ്യൻ. പെണ്ണിന്റെ പേര് കേൾക്കുമ്പോ ഏട്ടത്തി എനിക്ക് 25 രൂപ പ്രസന്റേഷൻ തരും ലഡ്ഡു മേടിക്കാൻ. കാരണം പെണ്ണിന്റെ പേര് ലഡ്ഡു പോലെ മധുരിക്കുന്ന നയൻതാര. എന്റെ പ്രകാശ പെണ്ണെങ്ങനെ ഇരിക്കുന്നതാ ഏട്ടത്തി, ഒന്നും പറയണ്ട. വധുവിൻ മെയ്യഴകാകെ ഒരു വാക്കിൽ വർണ്ണിക്കാം, വനദേവത, സാക്ഷാൽ വനദേവത. കുറവന്നേ ഉള്ളൂ, പൂഞ്ചിറകില്ല, സുരകന്യക്കരിയ പേരാണല്ലോ നയനതാര, സാക്ഷാൽ വനദേവത. നയനതാര, സാക്ഷാൽ വനദേവത. അടുത്ത ദിവസം തന്നെ ഞാനും പ്രകാശമാമനും അച്ഛനും കൂടെ ചെന്ന് പെണ്ണിനെ കണ്ടു. ഹരാജി, ഞാൻ ഈ കല്യാണത്തിന് വഴങ്ങിയ ഉദ്ദേശം അറിയാവോ? ഞങ്ങൾ ബംഗാളികൾക്ക് മഞ്ഞക്കുളി എന്നൊരു സമ്പ്രദായമുണ്ട്. എന്ന് പറഞ്ഞാൽ നാളെയാണ് കല്യാണമെങ്കിൽ ഇന്ന് രാവിലെ 9 മണിക്കാണ് മഞ്ഞക്കുളി. വധുവിന്റെ വീട്ടിൽ നിന്ന് വിഭവങ്ങളുമായിട്ട് കണ്ടവാനോ ആള് വരും. നാളെയാണ് മഞ്ഞക്കുളിയെങ്കിൽ ഇന്ന് സന്ധ്യക്ക് ഞാൻ വീട് വിട്ടു. ഞാൻ പോയതോ കാളികഞ്ചിലെ അമ്മയുടെ വീട്ടിൽ. ആ അമ്മ എന്നെ കണ്ട് പേടിച്ചു പോയി. കുട്ടാ, നീ എന്തിനിപ്പ ഇവിടെ വന്നു? നാളെ രാവിലെ 9 മണിക്കല്ലേ മഞ്ഞക്കുളി, എന്തിനിപ്പ ഇവിടെ വന്നു? കാര്യസ്ഥൻ പണം തന്നയച്ചോ? കേട്ടോ അവരിപ്പോഴും മുത്തച്ഛനെ കാര്യസ്ഥൻ എന്നാ വിളിക്കുന്നത്. കാര്യസ്ഥൻ പണം തന്നയച്ചോ? കാളികഞ്ചിലമ്മേ, അമ്മയ്ക്ക് തരാനുള്ള 10,000 രൂപ തന്നിട്ടേ ഉള്ളൂ എന്റെ മഞ്ഞക്കുളി.
ഇത്തിരി കഴിയട്ടെ പണമായിട്ട് ആള് വരും ഇവിടെ. ആരോ വാതിലിൽ തട്ടുന്നു. ഞാൻ ചെന്ന് വാതിൽ തുറന്നപ്പോ നിൽക്കുന്നു പ്രകാശമാമൻ. എന്താ പ്രകാശമാമ, നിനക്ക് ചിരിക്കാമല്ലോ. എന്താ പ്രകാശമാമ? എടാ അവിടെ ആള് കൂടി കിടക്കുന്നു. മാധവന് വീട്ടിൽ കണ്ടമാനം ആള് വന്നിരിക്കുന്നു വിഭവങ്ങളുമായിട്ട്. അവര് ചോദിക്കുന്നു വരനവിടെ. ഞാനെന്ത് പറയും? അവസാനം ഞാൻ പറഞ്ഞു വരനൊരു നാണം കുടുങ്ങിയ അവൻ ഇന്ന് പുറത്തേക്ക് വരത്തില്ല, നിങ്ങളൊക്കെ പൊയ്ക്കോ, ഞങ്ങൾ നേരത്തെ അങ്ങ് വന്നേക്കാം. ഇങ്ങോട്ട് ഇറങ്ങുന്ന സദാനന്ദ. പ്രകാശമാമ ഇറങ്ങുന്ന പോയിട്ട് ഞാൻ ഇവിടുന്ന് ചലിക്കണമെങ്കിൽ ഈ അമ്മയ്ക്ക് കൊടുക്കാനുള്ള 10,000 രൂപ എന്റെ കാൽക്ക കെട്ടിവെക്കണം. ഞാനാണോ കൊടുക്കാനുള്ളത്? നിന്റെ മുത്തച്ഛനോട് പറയടാ. അപ്പൊ കാളികഞ്ചിലമ്മ പറഞ്ഞു അതാ ശരി. പ്രകാശം പറഞ്ഞാ ശരി. കുട്ടൻ ചെന്ന് മുത്തച്ഛനോട് പറ. ഞാനും ഒന്ന് അയഞ്ഞു. വീട്ടിൽ ചെന്നു. മുത്തച്ഛൻ ചോദിക്കുന്നു കുട്ടൻ എവിടായിരുന്നു? കുട്ടികളെ വിട്ടിട്ടില്ല, ഇന്ന് മഞ്ഞപ്പുളിക്ക് തയ്യാറാവും. മുത്തച്ഛ, അതിനു മുമ്പ് എനിക്ക് ഒരു വാക്ക് പാലിക്കാനുണ്ട്. ആ കാളികഞ്ചിലെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള 10,000 രൂപ ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. നീ കൊണ്ടു കൊടുക്കാനോ? ഇവിടെ വേറെ ആരുമില്ലേ? അത് നടക്കത്തില്ല, ഞാനിത് കുറെ കണ്ടതല്ലേ. മുത്തച്ഛ, ഞാൻ ഈ മാളികന്ന് താഴെ ഇറങ്ങണമെങ്കിൽ ആ 10,000 രൂപ മുത്തച്ഛന്റെ കയ്യിൽ കൊണ്ടു തരണം. ശരി, നീ കൊണ്ടുകൊടു. കല്യാണം കൊണ്ട് കഴിയട്ടെ. നീ നാളെ പോയി കല്യാണം കഴിച്ച് പെണ്ണിനെ കൊണ്ടുപോവാ. കുടിവെപ്പിന് മുമ്പ് 10,000 രൂപ നിന്നെ ഏൽപ്പിച്ചേക്കാം. എല്ലാ 10,000 രൂപ എന്നല്ലോ ഇയാളെ കൊണ്ടുകൊടു. മുത്തച്ഛൻ ദേഷ്യപ്പെട്ട് സംസാരിച്ച് അച്ഛൻ കയറി വന്നു. സദാനന്ദ, എന്താണ് ഇവിടെ? മുത്തച്ഛൻ പറയുന്നത് വിശ്വാസമല്ലേ? എല്ലാരും കേൾക്കല്ലേ പറയുന്നത്? അനുസരിക്ക്. ശരി, എല്ലാരും കേട്ടല്ലോ. നാളെ ഞാൻ പെണ്ണിനെ കൊണ്ടുവന്ന് കുടിവെപ്പിന് മുമ്പ് മുത്തച്ഛൻ എനിക്ക് 10,000 രൂപ തരും. മഞ്ഞക്കുളി അങ്ങോട്ട് കഴിഞ്ഞു. ആയിരക്കണക്കിന് ആള് എല്ലാരും നാടടക്കം വിളിച്ചിരിക്കല്ലേ. 5 കമ്പാർട്ട്മെന്റാ ഞങ്ങൾ ട്രെയിനിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. സ്റ്റേഷനിൽ ചെന്നപ്പോ 5 കമ്പാർട്ട്മെന്റും ഫുൾ ആയിരിക്കുന്നു. എല്ലാരും റെഡി ആയിരിക്കല്ലേ. ചാപ്പാട് മുതൽ മുടക്കില്ലാത്ത ചാപ്പാട് കിട്ടുന്നല്ലേ. വണ്ടിയും വിട്ടല്ലോ.